അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ? ഞാൻ എന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ. അപ്പോൾ എന്ത് ആരോപണത്തിൻ്റെ പുറത്താണ് ഷാഫി പറമ്പിലിനെ നിങ്ങളിപ്പോൾ തടഞ്ഞു വെച്ച അസഭ്യം പറയേണ്ട കാര്യം? ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. അപ്പം നിങ്ങൾ തടഞ്ഞ് അവർ പ്രതിഷേധിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. നിങ്ങളിപ്പോൾ ഈ പ്രതികരിക്കുന്നത് രാജ്യത്തോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഉള്ള കൂറ് തെളിയിക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിപ്പിക്കും. കാരണം അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. ഞാൻ അതിൻ്റെ ഭാഗത്താണ്. ഇപ്പം രാജ്യത്തോടും ജനങ്ങളോടും നിങ്ങൾക്ക് കൂറുണ്ട് എന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്യുന്ന എല്ലാവർക്കെതിരെയും പ്രതികരിക്കണ്ടേ? അപ്പം നിങ്ങൾ എന്തുകൊണ്ട് എല്ലാവർക്കും എതിരെ പ്രതികരിക്കാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ കുറ്റം ചെയ്യുന്ന എല്ലാവർക്കെതിരെയും പ്രതികരിക്കാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരാളെ മാത്രം കുറ്റാരോപിച്ച് ആളെ മാത്രം ഇല്ലായ്മ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എൻ്റെ ചോദ്യം ജെനുവിനാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ കുറ്റം ചെയ്യുന്ന എല്ലാവരും ശിക്ഷിക്കപ്പെടണം. അതല്ല പണക്കാരനും പവറുള്ളവനും ഒരു നിയമം, പാവപ്പെട്ടവനും പവറില്ലാത്തവനും വേറൊരു നിയമമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനെതിരെ ഞാൻ പിൻവലിച്ചു. ഞാൻ ഈ ചോദ്യം പിൻവലിക്കുകയാണ്.